നമസ്കാരം. യു കെയിലെ സൗത്ത് പോർട്ടിൽ 3 പിഞ്ചു കുട്ടികൾ കുത്തേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. അക്രമികൾ പോലീസുകാരെ ആക്രമിക്കുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും പല വാഹനങ്ങളും തീവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് DHL എന്ന അതിവംശീയ സംഘടനയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. 3 കുട്ടികളെ കുത്തിക്കൊല്ലുകയും 8ഓളം കുട്ടികളെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത വ്യക്തിയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് പ്രക്ഷോഭങ്ങൾ ഇറങ്ങിയേറിയത്. ഇയാളൊരു കുടിയേറ്റക്കാരനായ മുസ്ലിമാണ് എന്ന് ആരോപിച്ചാണ് പല മുസ്ലിം പള്ളികൾക്ക് നേരെയും അതുപോലെ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നേരെ എല്ലാം തന്നെ ഈ സംഘടന പ്രക്ഷോഭം നടത്തിയത്. നിരവധി സ്ഥാപനങ്ങൾ ഇവർ അടിച്ചു തകർക്കുകയും തീവയ്ക്കുകയും എല്ലാം ചെയ്തിരുന്നു. സൗത്ത് പോർട്ടിൽ ആരംഭിച്ച ഈ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇപ്പോഴും പടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ടൊരു 17-കാരനെ പോലീസ് പിടികൂടിയിരുന്നു. സാധാരണയായി 18 വയസ്സിന് താഴെയുള്ള കുറ്റവാളികളുടെ പേരും വിശദാംശങ്ങളും പുറത്തുവിടാൻ പാടില്ല എന്നാണെങ്കിലും ഒടുവിൽ ബ്രിട്ടനിലെ പോലീസ് കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങി ഇയാളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. റുവാണ്ട സ്വദേശികളായ മാതാപിതാക്കളുടെ മകനാണ് ഈ കുട്ടി. ഇയാളുടെ പേരും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അക്സൽ റുഡാക്കുബാന എന്നാണ് ഇയാളുടെ പേര്. ഇതൊരു യഥാർത്ഥ ആഫ്രിക്കൻ പേര് തന്നെയാണ്. എന്നാൽ ഇയാൾ മുസ്ലിം വംശജനല്ല എന്നും ഇപ്പോൾ പുറത്തുവിട്ട ഈ രേഖകൾ പ്രകാരം മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ പ്രക്ഷോഭകർ അവരുടെ സമരത്തിന് ശക്തി കുറയ്ക്കും എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ ഇത് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. അക്രമം അതിര് കടന്നപ്പോൾ കുത്തേറ്റ് മരിച്ച കുട്ടികളുടെ ഒരു അമ്മ പോലും രംഗത്തെത്തി നിങ്ങൾ പ്രക്ഷോഭം നടത്തരുത് എന്ന് ആഹ്വാനം നടത്തേണ്ട അവസ്ഥ വരെ അവിടെ വന്നു. എന്നിട്ടും അവിടെ ശക്തമായ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. പിടികൂടിയവരുടെയൊക്കെ പേരിൽ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു വംശീയ വെറി ഇപ്പോൾ അവിടെ വ്യാപകമായി പടരുന്നു എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ബ്രിട്ടനിൽ ഇത്തരം സംഘടനകൾ, ഈ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് പോലെയുള്ള സംഘടനകൾ പലതും പഴയകാല നാസി സ്വഭാവം പ്രകടിപ്പിക്കുന്ന സംഘടനകൾ അവിടെ തഴച്ച് വളരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എത്രയും വേഗം ഈ സമരത്തിന് പരിഹാരം കാണുക അല്ലെങ്കിൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏതായാലും പ്രക്ഷോഭകാരികളെ ഓരോന്നായി പിടികൂടാൻ തുടങ്ങിയോടുകൂടി അക്രമ സംഭവങ്ങൾ കുറയും, ഇല്ലാതാകും എന്നാണ് സർക്കാർ കരുതിയെങ്കിലും ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്നത് കാരണം അക്രമങ്ങൾ ഇപ്പോഴും വീണ്ടും വ്യാപകമായി തന്നെ തുടരുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ കുട്ടിയുടെ പേര് വിവരങ്ങൾ പുറത്ത് വന്നിട്ടും ഇപ്പോഴും അക്രമത്തിന് കുറവില്ല എന്നുള്ളത് പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്ത് അർത്ഥത്തിലാണ് ഇവർ ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടത്തുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നത്? കുട്ടികൾ മരിക്കുന്നത് സ്വാഭാവികമായും എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്, അത് പ്രതിഷേധകരവുമാണ്. എന്നാൽ ഈ 17-കാരനെ എന്തിനാണ് ഈ കുട്ടികളെ കുത്തിക്കൊന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും യാതൊരു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചായിരിക്കാം മറ്റു കാര്യങ്ങൾ ഇനി അങ്ങോട്ട് തീരുമാനിക്കപ്പെടുന്നത്. എങ്കിലും ഈ ഒരു പ്രക്ഷോഭത്തെ എന്തുകൊണ്ട് അടിച്ചമർത്താൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനം ഇപ്പോൾ നാലുപാടും സർക്കാരിനെതിരെ ഉയരുകയാണ്. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഒന്നോണമായിരിക്കാം ഇപ്പോൾ പോലീസ് അവരുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട്. സമരക്കാരെ ശക്തമായ തോതിൽ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ UK പോലീസ് സംവിധാനം.